ഇല്ല, അത് കഴിഞ്ഞൊരു വാർത്തയിലെ കണ്ടതേ ഉള്ളൂ. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. വാഹനം ഇങ്ങനെ സംശയമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ജോമോൻ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ഞങ്ങൾ അവിടെ വന്ന് റിക്കവർ ചെയ്യുള്ളൂ. ഈ വാഹനം മുമ്പ് ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കൊണ്ടുവന്നു. നിങ്ങളും ജോമോനും തമ്മിൽ പരിചയമുള്ളവരാണ്? ജോമോൻ്റെ കൂടെ നേരത്തെ കേരളീന് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള പരിചയമുണ്ട്. സംഭവ ദിവസം വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ ഒരു ഒമനി വാനിലാണ് ജോമോനും സംഘാംഗങ്ങളും തട്ടിക്കൊണ്ടു പോകുന്നത്. അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ വാഹനം ഓടിച്ചിരുന്നത് ജോമോനാണ്. വാഹനത്തിന്റെ പിൻസീറ്റിലിരുന്നത് മുഹമ്മദ് അസ്ലമും ആഷിഖുമായിരുന്നു. ഈ മുഹമ്മദ് അസ്ലമും ആഷിഖും ചേർന്ന് ഈ ബിജുവിന്റെ കാൽ ഷൂ ലൈസ് കൊണ്ട് കെട്ടി, ഒപ്പം തന്നെ കഴുത്തിന് തലയ്ക്കൊക്കെ മർദ്ദിക്കുകയും ചെയ്തു. ഈ ശബ്ദമുണ്ടാക്കിയപ്പോൾ വാഹനം നിർത്തി ജോമോനും ബിജുവിനെ മർദ്ദിച്ചു. ഈ മർദ്ദനത്തിനിടയിലാണ് ബിജു കൊല്ലപ്പെടുന്നത്. പിന്നീട് ജോമോന്റെ ഉടമസ്ഥതയിലുള്ള കലയന്താനിയിലെ കാറ്ററിംഗ് ഗോഡൌണിൽ എത്തിച്ച് മൃതദേഹം മറവുകയും ചെയ്തു. എന്തായാലും പ്രധാനമായും ഈ വാഹനം കണ്ടെത്തി എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. വാഹനം കണ്ടെത്തിയത് ഈ കലയന്താനിയിലെ ഗോഡൌണിന് സമീപമുള്ള അഞ്ചിരി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്, അഞ്ചിരി കവല ഭാഗത്ത് നിന്നാണ്. എന്തായാലും ഈ വാഹനത്തിന്റെ ഉടമ സിജോ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സിജോ, എന്ത് പറഞ്ഞാണ് ഈ വാഹനം കൊണ്ടുപോയത്? ജോമോന്റെ ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് എടുത്തുകൊണ്ട് പോയത്. അതല്ലേ, ഈ സംഭവം നടന്ന ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയുമല്ലോ ചെയ്തായിരുന്നു? ഈ വാഹനം ഇങ്ങനെ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ളത്? ഇല്ല, അത് കഴിഞ്ഞൊരു വാർത്തയിലെ കണ്ടതേ ഉള്ളൂ. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. വാഹനം ഇങ്ങനെ സംശയമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ജോമോൻ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ഞങ്ങൾ അവിടെ വന്ന് റിക്കവർ ചെയ്യുള്ളൂ. അതല്ലേ, ഈ വാഹനം മുമ്പ് ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കൊണ്ടുവന്നു. നിങ്ങളും ജോമോനും തമ്മിൽ പരിചയമുള്ളവരാണ്? ജോമോന്റെ കൂടെ നേരത്തെ കേരളീന് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള പരിചയമുണ്ട്. അതെ, ഈ മുമ്പ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ ഏതെങ്കിലും സമയത്ത് ജോമോൻ കൊണ്ടുപോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ ഇവിടെ കൊണ്ടിടാറൊക്കെ ഉണ്ടോ? ഇല്ല. സിജോ, ഇതിപ്പോ ഇവിടെ താമസിക്കുന്നത് ഇവിടെ തന്നെയാണോ? അതെ. ശരി, എന്തായാലും ഈ സിജോ ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ആ വാടക വീടിന് സമീപത്തായിട്ടാണ് ഈ വാഹനം കൊണ്ടുപോയി ഇട്ടിരുന്നത്. ഈ വാഹനം കൊണ്ടുപോയത് എന്ത് ആവശ്യത്തിനാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് സിജോയ്ക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ പ്രതികൾ ഈ സംഭവം കൃത്യം നടത്തിയതിനു ശേഷം ഈ വാഹനം കഴുകി തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഇവിടെ എത്തി ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരെല്ലാം തന്നെ നടത്തിയ പരിശോധനയിൽ വാഹനത്തിൽ നിന്ന് രക്തക്കറ ഉൾപ്പെടെയുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവങ്ങൾ എല്ലാം തന്നെ ഇവിടെ എത്തിയ പ്രതി ജോമൻ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അഞ്ചരിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.